ഇന്നത്തെ മോർണിംഗ് ട്രെയിനിങ് കേട്ടവർ ഇത് ഉപയോഗിക്കാതിരിക്കൂല. ഞാനത് കേട്ട് തീർന്നപ്പോഴേക്ക് അതെടുത്ത് പൊട്ടിച്ച് ഉപയോഗിച്ചു. മുമ്പ് ഉപയോഗിച്ചതാണ്. നല്ല ടേസ്റ്റിയാണ്, നല്ല എനർജിയാണ്. നമ്മളെ കട്ടൻ ചായൻ്റെ അതേ രീതിയിൽ തന്നെയാണത് കാണുക, പക്ഷെ നല്ല ടേസ്റ്റാണ്. പിന്നൊന്ന് മുരിങ്ങയാണ്. സ്വാഭാവികമായി അതിൽ കൂടെ നമ്മുടെ ശരീരത്തിന് പോഷകങ്ങൾ ആഗിരണം ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ കൂടുന്നത് കൊണ്ട് എന്താവും? നമുക്ക് അഭിമാനത്തോട് പറയാം, 22 ആയുഷ് പ്രീമിയം ക്വാളിറ്റി സർട്ടിഫൈഡ് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയാണ് എൻ്റെ കമ്പനി. ഞങ്ങൾ കൊടുക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 100% റിസൾട്ട് ഉണ്ടാകാൻ അത് ഞങ്ങൾ ശ്രദ്ധിച്ചതല്ല, കമ്പനി ശ്രദ്ധിച്ചത് മാത്രമല്ല, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ആയുഷ് ഡിപ്പാർട്ട്മെന്റും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഒക്കെ കൃത്യമായി ഇത് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തി നല്ല ഉൽപ്പന്നമാണ് തരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഉൽപ്പന്നങ്ങളെ പറ്റി ഒരു സംശയവും നമുക്ക് വേണ്ട. കാരണം ഇതിനേക്കാൾ മികച്ച ഒരു ഉൽപ്പന്നം ഇന്ന് ലോകത്ത് കിട്ടാനില്ല. അപ്പൊ അങ്ങനെയുള്ള 22 ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷനുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കൊരു ചോദ്യം ചോദിക്കും, സാറേ ആയുഷിന്റെ സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത കുറെ ഉൽപ്പന്നങ്ങളുണ്ടല്ലോ, അതോ? നിങ്ങൾ നോക്കിയാൽ മതി, ആയുഷ് സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അത് ആയുർവേദ കോമ്പിനേഷൻ ആണെങ്കിൽ നിർബന്ധമായിട്ട് കിട്ടും. പക്ഷെ അത് മിനിമം 5 ബാച്ച് റൺ ചെയ്തിരിക്കണം ആയുഷിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ. നമ്മൾ മാർക്കറ്റ് ചെയ്താലും തുടക്കത്തിൽ കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാലും മനസ്സിലായിട്ടുണ്ടാവും. നേരത്തെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഞങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് ഡയബ ലൈഫ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്, പ്രോട്ടീൻ ബട്ടർ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്, അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങൾക്ക്, അല്ലെങ്കിൽ സൈക്ലോവ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിന്, അതേപോലെ തന്നെ നമ്മുടെ തൈറോയിഡുമായി ബന്ധപ്പെട്ട തൈ ഹെൽത്ത് എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്, ഇങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങൾക്ക് ആയുഷ് സർട്ടിഫിക്കേഷൻ ഇല്ലാതെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ കയ്യിൽ കൂടെ 4 or 5 ബാച്ച് കടന്നു പോയതിനു ശേഷം ഒരു ദിവസം ഇതിന് ആയുഷ് പ്രീമിയം കണ്ടിട്ടുണ്ട്. കാരണം എന്താ? ഇത് ഇറങ്ങിയ ഉടനെ, ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ച ഉടനെ ആയുഷ് സർട്ടിഫിക്കേഷൻ കിട്ടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും. 5 ബാച്ചുകൾ കടന്നു പോയതിനു ശേഷം മാത്രമേ നമുക്ക് ആയുഷിന് അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ പോലുമുള്ളൂ. അപ്പൊ അത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മുടെ കമ്പനി ഈ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോ ഇത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യകത നമുക്കുണ്ടോ? ശരിക്ക് നമ്മുടെ ഒരു അനാട്ടമി, ഒരു മനുഷ്യ ശരീരത്തിന്റെ അനാട്ടമി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഏകദേശം 95,000 കിലോമീറ്റർ സഞ്ചരിക്കുന്ന രക്തക്കുഴലുണ്ട്. 95,000 കിലോമീറ്റർ സഞ്ചരിക്കുന്ന രക്തക്കുഴലുണ്ട്. 72 കിലോമീറ്ററോളം വരുന്ന നെർവ് സിസ്റ്റം ഉണ്ട്, ഞരമ്പുകളുണ്ട്. അതുപോലെ തന്നെ 206 എല്ലുകൾ അടങ്ങിയ ഒരു സ്ട്രക്ചറാണ്, നമ്മളെ ഒരു പില്ലർ പോലെ നിൽക്കുന്ന 206 എല്ലുകൾ, ജോയിന്റുകൾ നമുക്കുണ്ട്. ഇനി 78ഓളം ഓർഗൻസ് നമുക്കുണ്ട്, അവയവങ്ങൾ നമുക്കുണ്ട്. കോടിക്കണക്കിന് കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇതൊക്കെ പരസ്പര ബന്ധിതമായി പൂരിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും അവയവങ്ങളിൽ നമ്മൾ ഏതെങ്കിലും ഒരു മെഷീനറി എടുത്ത് കമ്പയർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു വാഹനം എടുത്ത് കമ്പയർ ചെയ്യുന്ന സമയത്ത്, അതിൽ ഏതെങ്കിലും ഒരു പാർട്ടിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് കൃത്യമായ സമയങ്ങളിൽ പരിഹരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പല സമയത്തും നമ്മൾ കണ്ടിട്ടുണ്ട്, വണ്ടിക്കൊന്നും കാഴ്ചക്ക് ഒരു കുറവും ഉണ്ടാവില്ല, ഇത് വഴിക്കാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കാര്യം കൊണ്ടും ഇത് സ്റ്റാർട്ട് ആവുന്നില്ല. എണ്ണ ഫുൾ ഉണ്ടാകും, ബാറ്ററി ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷെ ഏതെങ്കിലും ഒരു ചെറിയ കാര്യം കൊണ്ട് ആ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോലും കഴിയാതെ, പ്രവർത്തിക്കാൻ കഴിയാതെ മാറുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, ഇത്രയും ഓർഗൻസ് ഉള്ള മനുഷ്യൻ, അതിൽ ഏറ്റവും വലിയ ഓർഗൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നാണ് ഏറ്റവും വലിയ ഓർഗൻ. അത് കഴിഞ്ഞ അവയവമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു അവയവം ഏറ്റവും വലുത് ലിവറാണ്. അപ്പോ ഹാർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്, തലച്ചോറ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ ഒക്കെ ഓർഗൻസിന്റെ ഒക്കെ, ഞാൻ കുറച്ച് ഓർഗൻസിന്റെ പേര് പറഞ്ഞല്ലോ, ലിവർ ഉണ്ട്, പാൻക്രിയാസ് ഉണ്ട്, കിഡ്നി ഉണ്ട്, അങ്ങനെ കുറെ ഓർഗൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാ ഓർഗൻസും ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് കോശങ്ങൾ ചേർന്നിട്ടുള്ളതാണ് ഓരോ അവയവങ്ങളും. ഈ അവയവങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചെറിയ പോരായ്മ ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിനെ മൊത്തം ബാധിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. പല ആളുകളും പറയുന്നത്, സാറേ എനിക്ക് മേലൊട്ടാകെ വേദനയൊന്നും, വേറെ പ്രശ്നമൊന്നുമില്ല, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? എന്തായിരിക്കും കാരണം? എന്തോ ഒരു ചെറിയ തകരാറ്, എവിടെയോ ഏതെങ്കിലും ഓർഗൻസിന്റെ ചെറിയ വർക്കിംഗ് കണ്ടീഷനിൽ ഉണ്ടാകുന്ന ഒരു തകരാറ്.
ഇത് നമ്മുടെ ശരീരത്തെ മൊത്തം ബാധിക്കും. അപ്പൊ അങ്ങനെ ബാധിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഓർഗൻസിന് വേണ്ടുന്ന പോഷക മൂല്യങ്ങളുള്ള ഭക്ഷണമാണ് ഏറ്റവും പ്രധാനം. ശരീരത്തിന് വേണ്ടുന്ന ഒരുപാട് പോഷകങ്ങൾ അത് വൈറ്റമിൻസിന്റെ രൂപത്തിലും മിനറൽസിന്റെ രൂപത്തിലും പ്രോട്ടീൻ രൂപത്തിലും കാർബോഹൈഡ്രേറ്റ് രൂപത്തിലൊക്കെ നമുക്ക് കിട്ടേണ്ടതുണ്ട്. അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ അതൊക്കെ നമ്മുടെ ശരീരത്തെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് വേണ്ടത് ശരീരത്തിലേക്ക് ആവശ്യമായ പോഷകങ്ങൾ നന്നായി ലഭിക്കുന്ന ഭക്ഷണം അത് എവിടുന്ന് കിട്ടും? അത് കിട്ടുന്നത് എവിടുന്നുമല്ല, നമ്മുടെ പ്രകൃതിയിൽ നിന്നാണ്. പ്രകൃതിയിലില്ലാത്ത ഒരു സംവിധാനവും ഇല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടിക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും അത് നന്നായി നടന്നു പോകാൻ, നന്നായി പ്രവർത്തിക്കാനുള്ള എല്ലാ സംവിധാനവും പ്രകൃതി തന്നെ നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മളും പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. ആ പ്രകൃതിയിലുള്ള ഓരോന്നും പരസ്പരം ബന്ധിതമാണ്. അപ്പോ ഇതിനെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ ശരീരത്തെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ഞാൻ പറയാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് കൂടെ അതിന്റെ കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടി ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. നമ്മുടെ ശരീരം നന്നായി നിലനിർത്തുന്നത് നമ്മൾ മാത്രമല്ല, നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ എന്നുള്ള രൂപത്തിൽ അവരുടെ ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇഷ്ടം പോലെ കോടിക്കണക്കിന് ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൽ നമ്മളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം പല ആളുകളെയും ഒരു പേടി, ഭയം, ബാക്ടീരിയ ഇതെന്തോ മോശപ്പെട്ടതാണ്. അല്ല, ബാക്ടീരിയ ശരീരത്തിന് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുണ്ട്. വൈറസ് ശരീരത്തിന് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുണ്ട്. നമ്മളെ സഹായിക്കുന്നതും നമ്മളെ എന്താ പറയാ ആക്രമിക്കുന്നതുമായിട്ടുള്ള 2 തരം ബാക്ടീരിയകൾക്കുണ്ട്. അപ്പൊ നമ്മളെ ശരീരത്തെ സഹായിക്കുന്ന, നമ്മളെ ദഹന പ്രവർത്തനത്തെ സഹായിക്കുന്ന, നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താൻ സഹായിക്കുന്ന, നമ്മളെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന കോടിക്കണക്കിന് ബാക്ടീരിയകൾ നമ്മോടൊപ്പം പ്രവർത്തിക്കുന്ന നമ്മുടെ സ്കിന്നിൽ ഉൾപ്പെടെ ഇഷ്ടം പോലെ ബാക്ടീരിയകൾ ഉണ്ട്. ഇത് നമ്മളെ സഹായിക്കുന്നതാണ്. ഈ സഹായിക്കാനുള്ള ബാക്ടീരിയകളെ വളരാനുള്ള സാഹചര്യം പോലും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ തീർച്ചയായും നമുക്ക് എല്ലാ മനുഷ്യനും ആവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യൻ സാധാരണ ജീവികളിൽ നിന്ന് വളരെ വ്യത്യസ്തനാണ്. ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ തീരുമാനമെടുക്കാനുള്ള കപ്പാസിറ്റി, അങ്ങനെ ഒരുപാട് കപ്പാസിറ്റികൾ, ചിന്തിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും കൃത്യമായ സമയങ്ങളിൽ ഒരു തീരുമാനമെടുത്ത് പ്രാവർത്തികമാക്കാനും ഒക്കെയുള്ള കഴിവ്, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റി മനുഷ്യന് ഉണ്ടാകണം. അത് നമ്മൾ പൊതുവേ പറയാം, അതിന് ബൗദ്ധിക ധർമ്മം എന്ന് പറയും. ബൗദ്ധിക ധർമ്മം എന്ന് പറയുന്നത് ഒന്ന് അറിയാൻ, അറിഞ്ഞത് പ്രാവർത്തികമാക്കാൻ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ, മനസ്സിലാക്കിയത് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാൻ. ഇതൊരു കപ്പാസിറ്റിയാണ്. അതേപോലെ തന്നെ സംസാരിക്കാൻ, ഒരാളോട് സംസാരിക്കണമെങ്കിൽ സംസാരിക്കേണ്ട സമയത്ത് എന്ത് സംസാരിക്കണം എന്ന് തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി, ഇതൊക്കെ മൈൻഡാണ് ചെയ്യുന്നത്. എന്താ പറയുക, നമ്മുടെ തലച്ചോറാണ് ചെയ്യുന്നത്. തലച്ചോറിന് ടെൻഷൻ എന്ന് പറയുന്ന ഒരവസ്ഥ, അതായത് നമുക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദം, തലച്ചോറിന് പോലും ഒന്നും മനസ്സിലാകാത്തൊരു കണ്ടീഷൻ. എന്തു ചെയ്യണം, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ആ ടെൻഷൻ എന്ന് പറയുക, ഏതൊരു പ്രതിസന്ധി വന്നാലും അതിനെ കൃത്യമായി തരണം ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തലച്ചോറിനുണ്ടെങ്കിൽ, തലച്ചോറിന് ടെൻഷൻ ഇല്ല, അല്ലെങ്കിൽ ടെൻഷൻ എന്ന് പറയുന്ന അവസ്ഥ നമുക്കില്ല. അപ്പോ നമുക്ക് ടെൻഷൻ ഇല്ലാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മളെ മനുഷ്യനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ മൈൻഡ്, തലച്ചോറ് നല്ല കൃത്യമായി പവർഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഇദ്ദേഹം കണ്ടെത്തിക്കോളും. വേറെ ആരും നോക്കണ്ട. ഇദ്ദേഹമാണ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഓർഗൻസിനെയും എങ്ങനെ പ്രവർത്തിക്കണം, ഏത് സമയത്ത് പ്രവർത്തിക്കണം, എത്ര താളത്തിൽ പ്രവർത്തിക്കണം, എന്തൊക്കെ ചെയ്യണം, ഏത് സമയത്ത് വിശ്രമിക്കണം ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഇദ്ദേഹം തലച്ചോറാണ്. ഈ തലച്ചോറ് പെർഫെക്റ്റ് അല്ലെങ്കിലാണ് എല്ലാത്തിനും പ്രശ്നം വരുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് ഓർമ്മിക്കാനും ഓർമ്മിച്ചെടുത്ത് കാര്യങ്ങൾ പ്രവർത്തികമാക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ സംസാരിക്കാൻ, അറ്റൻഷൻ നമുക്ക് അത്യാവശ്യമാണ്. പല സമയത്തും ആളുകൾക്ക് ഇല്ലാത്തത് അറ്റൻഷനാണ്. എന്തെങ്കിലും ഒരു കാര്യം വരുന്ന സമയത്ത് അത് ഓർത്തെടുക്കാൻ, അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ പറഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ ട്രെയിനിങ് പോയ സമയത്ത്, ഒരു പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്ത സമയത്ത് അവിടുന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് ഓർമ്മയില്ല. അതിന് കാരണം എന്താ? ഈ പറയുന്ന തലച്ചോറ് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. അടിസ്ഥാനപരമായി അത് മിസ്റ്റേക്കിങ്ങിലാണുള്ളത്, കുറച്ച് ബുദ്ധിമുട്ടിലാണുള്ളത്. ആദ്യം നമ്മൾ റിപ്പയർ ചെയ്യേണ്ടത്, നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഓർഗൻസിനെ റിപ്പയർ ചെയ്യേണ്ടത് ഈ പറയുന്ന അവയവത്തെയാണ്. അതിനുവേണ്ടി നമ്മുടെ കമ്പനി നല്ല സൂപ്പർ ഒരു പ്രൊഡക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര ആളത് ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. അതാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്.
ഇതാണ് സാധനം. നിങ്ങൾക്കൊക്കെ അറിയാം, കാശ്മീരി കവ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതിനകത്ത് ഒരുപാട് കണ്ടന്റുകൾ അടങ്ങിയിട്ടുണ്ട്. അതിലൊന്നാണ് കാശ്മീരി കവ എന്ന് പറയുന്ന ഒരു ഗ്രീൻ ടീ ബ്ലെൻഡ് ആണ്. ഹെർബൽ ഇൻഫ്യൂഷൻ ബ്ലെൻഡ് എന്ന് ഇതിനോട് എഴുതി വെച്ചിട്ടുണ്ട്. 10 സാഷറ്റ് ഉണ്ട്, 10 ചെറിയ പാക്കറ്റുകളാണുള്ളത്. 10 കണ്ടന്റുകൾ ഇതിനകത്തുണ്ട്. അത് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. കുങ്കുമപ്പൂവുണ്ട്, അശ്വഗന്ധ ഉണ്ട്, കുരുമുളകുണ്ട്, കറുവപ്പട്ട ഉണ്ട്, അതുപോലെ തന്നെ ഏലക്കായ് ഉണ്ട്, തുളസി ഉണ്ട്, റോസ് ഉണ്ട്, ഇരട്ടി മധുരം ഉണ്ട്, മോങ് ഫ്രൂട്ട് എക്സ്ട്രാക്ട് ഉണ്ട്. ഇത്രയും മോങ് ഫ്രൂട്ട് എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ പഞ്ചസാര പോലത്തെ ഒരു ഘടകം. അപ്പോ ഇത്രയും കണ്ടന്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കയ്യിലുള്ള കാശ്മീരി കവ. ഇത് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് തുടക്കത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് നിലക്ക് ഇതിനെ എടുത്തു വെച്ചത് നമ്മൾ ഒരു ദിവസം തുടങ്ങേണ്ടത് ഇതിൽ കൂടെ ആയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അത് ഞാൻ ഇത് അടുത്ത് വെച്ച് സംസാരിക്കാനുള്ള കാരണം, നമ്മുടെ ഒരു ദിവസം, നമ്മുടെ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെയും നമ്മുടെ ഫാമിലിയുടെയും ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇതുകൊണ്ടായിരിക്കണം. എങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം പെർഫെക്റ്റ് മൈൻഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ, നമുക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതിന് ഒന്ന് ഞാൻ പറഞ്ഞു, അതിനകത്ത് പ്രധാനപ്പെട്ട കണ്ടന്റ് ഇതൊരു ഗ്രീൻ ടീ ബ്ലെൻഡ് ആണെന്ന് പറഞ്ഞല്ലോ. ഒന്ന് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീ ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റ്, റിച്ച് ഇൻ ആന്റി ഓക്സിഡന്റ് എന്നാ പറയാം. അത് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളെ സെല്ലുകളെ ഡാമേജ് ആകാതെ സംരക്ഷിക്കുക. അതായത് ആന്റി ഓക്സിഡന്റ് ഒരു പ്രത്യേകത. ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് തന്നെയാണ്. നമ്മളെ സെല്ലുകളെ ഡാമേജ് ആകാതെ സംരക്ഷിക്കുക. അതുപോലെ ഹാർട്ട് ഡിസീസ് ഒക്കെ, ഹാർട്ടിന്റെ അല്ലെങ്കിൽ എന്താ പറയാ, ഹൃദയത്തിന്റെ പ്രവർത്തനം താളത്തിലാക്കുക. അതുപോലെ തന്നെ അതിനകത്ത് അടങ്ങിയിട്ടുള്ള പോളിഫിനോൾസ് എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റ്, അത് നമ്മൾ നേരത്തെ ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് ഇപ്പൊ ഇല്ല, അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. EGCG എന്ന് പറയുന്ന എപ്പിഗലോ കാറ്റച്ചിൻ ഗാലേറ്റ് എന്ന് പറയുന്ന ഗ്രീൻ ടീയിലുള്ള ഒരു തരം പോളിഫെനോൾസ് ആണ് നമ്മുടെ ഹാർട്ട് ഫങ്ഷൻസിനേക്ക് പ്രവർത്തനം ക്ലിയർ ആക്കാനും സെല്ലുകളെ റിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ ചിലതരം ക്യാൻസറുകളൊക്കെ വരാതിരിക്കാൻ. ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. തൊണ്ടയിൽ ക്യാൻസർ ഉണ്ടാകാം, സ്തനാർബുദം ഉണ്ടാകാം, അങ്ങനെയുള്ള ലിവർ ക്യാൻസർ ഉണ്ടാകാം. ഇങ്ങനെ കുറെ തരം ക്യാൻസർ, ഇഷ്ടംപോലെ ക്യാൻസർ ഉണ്ട്. പല ക്യാൻസറുകളുടെയും വളർച്ചയെ തടയാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് പെർഫെക്റ്റ് ആക്കാൻ, നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസ് വളരെ പെർഫെക്റ്റ് ആക്കാൻ സഹായിക്കും. അതുപോലെ വെയിറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഘടകം ഇതിൽ കൂടെ സാധിക്കും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിൽ കൂടെ നടക്കുന്നുണ്ട്. അതിലുപരി ഗ്രീൻ ടീ സ്ഥിരമായി കഴിക്കുന്നത് സ്കിന്നിനെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ഗുണവും ഇതിനുണ്ട്. ഇനി ഇതിനകത്തുള്ള രണ്ടാമത്തെ ഘടകം, ഒന്ന് ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ അല്ല, അവസാനം പറഞ്ഞ ഘടകം പറയാം. ഇതില് മോങ് ഫ്രൂട്ട് എക്സ്ട്രാക്ട് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഒരു തരം കായാണ്, പഴമാണ്. മോങ് ഫ്രൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരു ഫ്രൂട്ട് അല്ല, ദക്ഷിണ ചൈനയിൽ ഉണ്ടാകുന്ന ഒരു തരം ഫ്രൂട്ടാണ്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അത് പല ആളുകളും ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളോട് സംശയം ചോദിച്ച ഒരു കാര്യമാണ്, സാറേ ഇത് ഷുഗർ പേഷ്യന്റിന് ഉപയോഗിക്കാൻ കഴിയുമോ, ഇത് ഭയങ്കര മധുരമാണ് സാറേ എന്ന് എന്നോട് എത്രയോ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത, അത്രയും മധുരം ഉണ്ടാകാനുള്ള കാരണം വേറൊന്നുമല്ല, ഇതിനകത്ത് 2 കണ്ടന്റുകൾ മധുരത്തിന് വേണ്ടിയല്ല, മധുരം കിട്ടുന്ന 2 പ്രൊഡക്റ്റുകൾ ഉണ്ട്. അത് ഒന്ന് ലിക്കറൈസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇരട്ടി മധുരം എന്ന് പറയുന്ന ഘടകവും മറ്റൊന്ന് മോങ് ഫ്രൂട്ടുമാണ്. ഇരട്ടി മധുരം ഇല്ലെങ്കിൽ പോലും മോങ് ഫ്രൂട്ട് എന്ന് പറയുന്നത് സാധാരണ പഞ്ചസാരയേക്കാൾ 250 മടങ്ങ് വരെ മധുരം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ നമുക്കൊരു സംശയം ഉണ്ടാവും, ഇത് ഇത്രയും മധുരമുള്ള സാധനം കഴിച്ചാൽ സാറേ ഷുഗർ കൂടൂലേ? ഇത് നോൺ കലോറിക് ആണ്. ഇത് ഷുഗറിന്റെ ലെവലേ കൂട്ടില്ല. ഇത് പഞ്ചസാരയുടെ ഗണത്തിൽ വരുന്നതല്ല. അല്ലെങ്കിൽ ഷുഗർ പേഷ്യന്റ് ആളുകൾക്ക് എത്ര കഴിച്ചാലും ഇത് ഷുഗർ കൂട്ടുന്നതല്ല. അത് നോൺ കലോറിക് ഷുഗർ സ്വീറ്റ്നർ ആണ്. നോൺ കലോറിക് സ്വീറ്റ്നർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഊർജം തരുന്നതല്ല, പക്ഷെ അതിനെപ്പറ്റി കുറെ ഗുണങ്ങളുണ്ട്. ഇത് ഈ മോങ് ഫ്രൂട്ടിനും ഇരട്ടി മധുരത്തിനൊക്കെ ഉള്ള ഒരു ഗുണമാണ്. നമ്മളെ തൊണ്ടവേദന, തൊണ്ടയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, അത് തടയാൻ ഇത്രയും ബെസ്റ്റ് സാധനം ഇല്ല. അപ്പൊ നമുക്കിത് സ്ഥിരമായിട്ട് കഴിച്ചാലുള്ള ഗുണം എന്താ? തൊണ്ടയിലുള്ള ഇൻഫെക്ഷൻ പോകും. അതേപോലെ കഫത്തിനെ ഇളക്കി കളയാനുള്ള കപ്പാസിറ്റി തരുന്നത്. കഫ്നിൽ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് വേറെ ഉണ്ട്. നമുക്ക് ഇതിനകത്തും കഫത്തെ ഇല്ലാതാക്കി കളയാനുള്ള ഒരു ഘടകം ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ ക്യാൻസറിനെ തടയാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട് മോങ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇതിന് ചൈനീസ് ഭാഷയിൽ
ലുവോ ഹാൻ ഗുവ എന്ന് പറയും. ലുവോ ഹാൻ ഗുവ, ഇതാണ് ഇതിന്റെ ചൈനീസ് ഭാഷ. പോട്ടെ, അപ്പൊ ചൈനയിലുള്ള സാധനമാണ്. അപ്പോ ഈ പ്രൊഡക്റ്റിന്റെ അകത്തുള്ള നല്ല മധുരത്തിന്റെ ഒരു കാരണം വേറൊന്നുമല്ല, പഞ്ചസാര ഇല്ല. പല ആളുകളുടെയും ധാരണ ഇത് ഒന്നാമത്തെ ഇത് നമ്മൾ ഗ്ലാസ്സിലേക്കൊക്കെ തട്ടുന്ന സമയത്ത് ഒരു പഞ്ചസാര തരി രൂപത്തിൽ കാണും. അത് പഞ്ചസാരയല്ല, മോങ് ഫ്രൂട്ട് ആണ്. മോങ് ഫ്രൂട്ടിന്റെ അകത്ത് പഞ്ചസാര പോലുള്ള ഉണക്കി ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ് മോങ് ഫ്രൂട്ട് എക്സ്ട്രാക്ട് ആണ് യഥാർത്ഥത്തിൽ ആ പഞ്ചസാര പോലെ നമുക്ക് തോന്നിക്കുന്നത്. ഏത് ഷുഗർ പേഷ്യന്റിനും ഇത് കഴിക്കാം, യാതൊരു വിധത്തിലും ഇത് ഷുഗർ വർദ്ധിപ്പിക്കില്ല എന്നുള്ള ആദ്യം മനസ്സിലാക്കുക. പല ആളുകളുടെയും പ്രശ്നം അതാണ്, സാറേ ഇത് കഴിച്ചാൽ എനിക്ക് ഷുഗർ കൂടുമോ, അത്രയും ഷുഗർ അല്ലേ, അത്രയും മധുരമല്ലേ. ഞാൻ പറഞ്ഞു, സാധാരണ പഞ്ചസാരയേക്കാൾ 100 മുതൽ 250 വരെ മടങ്ങ് വരെ മധുരം തോന്നിക്കുന്ന, മധുരം നമുക്ക് ടേസ്റ്റ് ആയിട്ട് അറിയുന്ന ഒരു ഘടകമാണ് മോങ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ലിക്കറൈസ്. ലിക്കറൈസ് തന്നെ ഞാൻ പറഞ്ഞു, ഇരട്ടി മധുരം. ഇരട്ടി മധുരവും നമ്മളെ സംബന്ധിച്ചോളം അറിയാം. ഇരട്ടി മധുരം വായിൽ ഒന്ന് കടിച്ചു കഴിഞ്ഞാൽ അതിന്റെ മധുരം കുറെ നേരത്തേക്ക് പോവില്ല. പഞ്ചസാരയൊക്കെ ആണെങ്കിൽ തൊട്ട മുകളിൽ കുറച്ച് വെള്ളം കുടിച്ചാൽ പിന്നെ മധുരത്തിന്റെ വഴിക്ക് പോകും. പക്ഷേ ഇരട്ടി മധുരം അങ്ങനെയല്ല, നല്ലൊരു മധുരം എപ്പോഴും വായിൽ നിലനിൽക്കും. ഇതും നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന്, അൾസറിനെ തടയാൻ. നമുക്ക് വയറ്റിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്. പല ആളുകളും പറയും, സാറേ അൾസറിന്റെ പ്രശ്നമുണ്ട്. ഇൻഫെക്ഷനെ തടയാൻ ഇത്രയും മികച്ച ഒരു കണ്ടന്റ് ഇല്ല. അത് ഇതിനകത്തുള്ളതാണ്, ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഏറ്റവും നല്ല പവർഫുൾ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് ഈ പറയുന്ന ലിക്രൈസ് അല്ലെങ്കിൽ ഇരട്ടി മധുരം. മറ്റൊന്നുള്ളത് അശ്വഗന്ധയാണ്. അശ്വഗന്ധക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ്. അത് നമ്മളെ സംബന്ധിച്ചോളം അശ്വഗന്ധ ഒന്ന് പ്രധാനമായിട്ടും തലച്ചോറിനെ, ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രെസ്സിനെ നിയന്ത്രിക്കാൻ, ചിന്തകളെ ഉദ്ദീപിപ്പിക്കാൻ, ഏകോപിപ്പിക്കാൻ, മൈൻഡ് ഏറ്റവും നന്നായി വർക്ക് ചെയ്യാൻ, കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഗ്രഹിച്ചെടുത്ത കാര്യങ്ങൾ ആവശ്യത്തിനുള്ള സമയത്ത് നമുക്ക് തിരിച്ചിങ്ങോട്ടേക്ക് റിട്ടേൺ തരാൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്താൻ, ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിന് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ, ഒരു വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് തളർച്ചയില്ലാതെ അതിന് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള തരത്തിലേക്ക് നമ്മളെ ചിന്തയെ പ്രവർത്തിപ്പിക്കാൻ, ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ പറഞ്ഞ അശ്വഗന്ധക്ക് ഉണ്ട്. അത് ക്യാൻസർ സെല്ലുകളെ തടയുമെന്ന് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ്. എന്നാലും നമ്മളെ പുതിയ ആളുകളുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി പറയാണ്, ക്യാൻസർ സെല്ലുകളുടെ വളർച്ചയെ തടയും. അതേപോലെ തന്നെ മെയിൽ ഫെർട്ടിലിറ്റി, അതായത് പുരുഷന്മാരെ സംബന്ധിച്ചോളം അത് നമുക്ക് എന്താ പറയാ, പ്രത്യുൽപാദന പ്രവർത്തനങ്ങൾ അതിന് ഉദ്ദീപിക്കാൻ സഹായിക്കും. സ്ത്രീകളെ സംബന്ധിച്ചോളവും സെക്സിനോടുള്ള താല്പര്യമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായി വർദ്ധിപ്പിക്കാൻ. ചില ആളുകൾ, സ്ത്രീകൾക്ക് അങ്ങനെ യാതൊരു താല്പര്യമില്ലാത്ത സ്ത്രീകളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് അതിനോടൊക്കെ ഒരു എന്താ പറയാ താല്പര്യമൊക്കെ ജനിപ്പിക്കാനും അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അതിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇത് ചർമ്മത്തിനെ സംരക്ഷിക്കാൻ, സ്കിന്നിനെ, ഏകദേശം എല്ലാ കണ്ടന്റുകളും നമ്മുടെ സ്കിന്നിന് നല്ല ഗുണം ചെയ്യുന്ന കേട്ടോ. ഇതിനകത്തുള്ള എല്ലാ കണ്ടന്റുകളും, ഞാൻ 10 കണ്ടന്റുകൾ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് ഗുണം ചെയ്യുന്നതാണ്. അപ്പോ ഇത് ഏറ്റവും നല്ല മെമ്മറി, അറ്റൻഷൻ കിട്ടാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് അശ്വഗന്ധ. ഇത് നമ്മളെ ഒരുപാട് പ്രൊഡക്റ്റിലുണ്ട്. കവചപ്രാശിലുണ്ട് ഈ പറയുന്ന അശ്വഗന്ധ. അതുപോലെ തന്നെ നമ്മളെ ഫൈറ്റ് സ്ട്രെസ്സിലുണ്ട്. ഇങ്ങനെയുള്ള കുറെ പ്രൊഡക്റ്റിലും ഈ അശ്വഗന്ധ ഉണ്ട്. കാരണം എന്തുകൊണ്ടാ, ഇതൊക്കെ നമ്മളെ മൈൻഡ് അറ്റൻഷൻ വേണ്ട സ്ഥലങ്ങളിലൊക്കെ നന്നായി പ്രവർത്തിപ്പിക്കാൻ ഇത് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. മറ്റൊന്നാണ് റോസ്. റോസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പനിനീര് എന്തിനാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, അത് കണ്ണിലൊക്കെ ഒറ്റിക്കാൻ ബെസ്റ്റ് സാധനം നമ്മളെല്ലാവരും അറിയാം. അതും ഈ പറയും പോലെ ചർമ്മത്തിന് നിറം കൂട്ടാനും സ്ട്രെസ് കുറക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ പറയുന്ന പനിനീര് അല്ലെങ്കിൽ റോസ് എന്ന് പറയും. മറ്റൊരു ഘടകമാണ് ഇതിനകത്തുള്ളത് സിന്നമോൻ എന്ന് പറയുന്ന ഘടകം. സിന്നമോൻ എന്ന് പറഞ്ഞാൽ വേറെ ആരും മോനല്ല, കറുവപ്പട്ട. ഈ കറുവപ്പട്ട ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഏറ്റവും നല്ലതാ. നമ്മളെ കറുവപ്പട്ട ചേർത്ത പല കണ്ടന്റുകളും ഇതിനകത്തുണ്ട്. അതില് നമ്മളെ ഇതിലുണ്ട് ഡയബാലൈഫ് എന്ന് പറയുന്ന പ്രൊഡക്റ്റില് കറുവപ്പട്ട ചേർത്തിട്ടുണ്ട്. അത് ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റാ. അപ്പോ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡയബാലൈഫിൽ ഇത് ഉൾപ്പെടുത്തിയുള്ളത്. അത് നമ്മൾ ഈ പ്രൊഡക്റ്റിൽ അടങ്ങിയിട്ടുണ്ട്. ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റ് ആണ്, ഏറ്റവും നല്ല ഹൈ ആന്റി ഇൻഫ്ലമേഷൻ ആണ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടിനൊക്കെ ഇല്ലാതാക്കാൻ ഇതിനേക്കാൾ മികച്ചൊരു സാധനമില്ല കറുവപ്പട്ട. നമ്മൾ അതുകൊണ്ട് കറികളിലൊക്കെ ഇഷ്ടംപോലെ കറുവപ്പട്ട ചേർക്കാറുണ്ട്.
അതുപോലെ തന്നെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി, പല ആളുകളുടെയും പ്രശ്നം. ഇപ്പൊ പല നിങ്ങൾക്ക് പിന്നെ റീൽസും വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ശരിക്ക് ഡയബറ്റിക്കിന്റെ കാരണം ഇൻസുലിൻ ഉൽപാദനം അല്ല പല ആളുകളുടെയും പ്രശ്നം. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് പല ആളുകൾക്കും പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇൻസുലിൻ ശരീരത്തിന് ഉൽപ്പാദിപ്പിച്ചാലും ഇൻസുലിൻ ശരീരത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പണി പോയില്ലേ. അപ്പോൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചാലും ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് പല സമയത്തും ഡയബറ്റിക്കിനെ ഒരു സെക്കൻഡ് സ്റ്റേജിൽ ഒക്കെ പോകുന്നത്. അങ്ങനെ പോകാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ പറയുന്ന കറുവപ്പട്ട. അതുകൊണ്ടാണ് ഡയബ ലൈഫിൽ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഓൾറെഡി ഡയബ ലൈഫ് കഴിക്കേണ്ട ആവശ്യം പറയുന്നില്ല. ഇല്ലാത്തപ്പോൾ നിലവിൽ ഡയബറ്റിക് ഒന്നും ഇല്ലാത്ത ആൾക്ക് വരാതിരിക്കാൻ ഉൾപ്പെടെ സഹായിക്കുന്ന ഒരു ഘടകമാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് അതുണ്ട്. അതുപോലെ തന്നെ കുങ്കുമപ്പൂവ്. കുങ്കുമപ്പൂവ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ്, അതും നമുക്കറിയാം ബ്രെയിൻ, ഇതൊക്കെ ബ്രെയിനിന് ശരിക്കും രാവിലെ നമ്മളെ ബ്രെയിന് പെർഫെക്റ്റ് ആണെങ്കിൽ, രാവിലെ തന്നെ ചിന്തകളൊക്കെ നല്ല പെർഫെക്റ്റ് ആണെങ്കിൽ, തീരുമാനങ്ങൾ എടുക്കാനും കഴിവും ഒക്കെ ഉണ്ടെങ്കിൽ, എല്ലാ കാര്യത്തിനും സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടെന്നുള്ള തോന്നൽ തന്നെ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പവർഫുൾ ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോ രാവിലെ കഴിക്കേണ്ട സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ പ്രായവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാഴ്ച ശക്തി കുറവുണ്ടല്ലോ, AMD എന്ന് പറയും. അപ്പൊ അതിനെ പരിഹരിക്കാൻ ഈ പറയുന്ന കുങ്കുമപ്പൂവിന് അപാരമായ കഴിവുണ്ട്. അതേപോലെ തന്നെ സ്കിന്നിനെ പെർഫെക്റ്റ് ആവും. ഏകദേശം എല്ലാ പ്രൊഡക്റ്റുകളും ഇത് സ്കിന്നിന് കൂടെ ഗുണം ചെയ്യുന്നതാണ്. സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകൾക്ക് സ്കിന്നിൽ പ്രോബ്ലങ്ങൾ ഇല്ലാതെ പോകാൻ, അല്ലെങ്കിൽ കലകളൊക്കെ കറുത്ത പാടുകളോ ഒക്കെ ഇല്ലാതെ പോകാൻ സഹായിക്കുന്ന ഒരു ഘടകം കൂടെയാണ് എന്ത്, ഈ പറയുന്ന ഈ കുങ്കുമപ്പൂവ് എന്ന് പറയുന്ന ഘടകം. അപ്പോ AMD എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടാവും, ഒരു കണ്ണിന്റെ കാഴ്ചശക്തിയിൽ കണ്ണിന്റെ കൃഷ്ണമണിയുടെ സെൻട്രൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒക്കെ കാണാൻ നമുക്ക് പറ്റും, പക്ഷെ അത് കൃത്യമായ രൂപത്തിലായിരിക്കില്ല. ഞാൻ തന്നെ കണ്ണട വെക്കാതെയാണ് ഒരാളെ നോക്കുന്നതെങ്കിൽ എനിക്ക് ആളെ മനസ്സിലാവുകയും ചെയ്യും, പക്ഷെ മുഖം അത്ര വ്യക്തമാവില്ല. ഇനി ചിലതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരെ ഉള്ളതായിരിക്കും, പക്ഷെ നമുക്ക് ചെറിയ വളവൊക്കെ തോന്നും. അപ്പോ മങ്ങിയതോ വളഞ്ഞതോ ഒക്കെ ആയിട്ടുള്ള കാഴ്ചകൾ, ആ കാഴ്ചകൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് AMD എന്ന് പറയുന്നത്. ഇതിനെ മെച്ചപ്പെടുക, അതിനെ ഇല്ലാതാക്കാൻ, ആ AMD എന്ന് പറയുന്ന അവസ്ഥയെ ഇല്ലാതാക്കാൻ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള മാക്യുലർ ഡീജനറേഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം, അതിനാണ് പറയുന്നത് ഏജ് റിലേറ്റഡ്, പ്രായമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാ, ചെറിയ ആളുകൾക്ക് ഉണ്ടാവില്ല അത്. അപ്പോ മാക്യുലർ ഡീജനറേഷൻ എന്ന് പറയുന്ന ഒരവസ്ഥ, അതിനെ പരിഹരിക്കാൻ ഈ പറയുന്ന സഫ്രോൺ കുങ്കുമപ്പൂവ് സഹായിക്കും. അപ്പൊ അതും ഇതിന് നല്ലതാ. നമ്മളിതിന് ആയുഷ് മാർക്ക് കിട്ടിയില്ല, കുറച്ച് കഴിയുമ്പോൾ കിട്ടിക്കോളും, പേടിക്കണ്ട. ഇതും കുറച്ച് ബാച്ചൊക്കെ അങ്ങ് പോരട്ടെ, റൺ ചെയ്യട്ടെ, കിട്ടിക്കോളും. ആ കിട്ടുന്ന സമയത്ത് ഇതൊക്കെ നന്നായി മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു ഗ്രീൻ ടീ ബ്ലെൻഡ് ആണ്. ഇനി അതിനകത്തുള്ള തുളസി എന്ന് പറയുന്ന ഒരു ഘടകം. എൻ്റെ വീട്ടിൽ മുറ്റത്ത് ഇഷ്ടം പോലെ തുളസി നട്ടുപിടിപ്പിക്കുന്നതാണ്. അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രകൃതിക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഗുണമുണ്ട് അതിന്. നമുക്കറിയാം, ഇപ്പൊ നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം പറയുന്നത് കേട്ടിട്ടുണ്ട്, ഓസോൺ പാളികൾക്ക് വിള്ളലാണ്, അൾട്രാ വയലറ്റ് രശ്മികളൊക്കെ മുഴുവൻ ഭൂമിയിലേക്ക് വരുവാണ്, അതിന്റെ പ്രശ്നം ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പറയുന്നില്ലേ. ഓസോൺ പാളികളുടെ വിള്ളൽ പരിഹരിക്കാൻ ഓസോൺ ഉൽപ്പാദിപ്പിക്കുന്ന, അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് ഓസോൺ തിരിച്ചു വിടുന്ന ഒരു ചെടിയാണ് ആര്, ഈ പറയുന്ന തുളസി. ഞാൻ 4 വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഓസോൺ ഒന്നും ഒരുപാട് കൂടാനൊന്നും പോകുന്നില്ല, പക്ഷെ ഒരുപാട് തുളസികൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നട്ട് പിടിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായി പരിഹരിക്കാൻ പറ്റും ഒരു പരിധി വരെ ഒക്കെ. അപ്പോ ഞാൻ അതുകൊണ്ടും വേറെ കുറെ ഗുണങ്ങളുണ്ട്. എന്തെങ്കിലും തേള് കുത്തിയാലോ ഒക്കെ എടുത്ത് വേഗം അതിന്റെ നീരെടുത്തിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ വലിയ ഗുണം ചെയ്യും. അത് നമ്മുടെ എന്താ പറയാ, ഈ വിഷാംശത്തെ നിർവീര്യമാക്കാൻ സഹായിക്കുന്നതാണ്. ശ്വസന വ്യവസ്ഥയെ പെർഫെക്റ്റ് ആക്കാൻ സഹായിക്കും. റെസ്പിറേറ്ററി ഫങ്ഷൻസിനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് പരിഹരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളെ കഫ്നിലിനകത്ത് പ്രധാനപ്പെട്ട ഘടകമായിട്ട് എന്ത് ചേർത്തിട്ടുള്ളത്, തുളസി ചേർത്തിട്ടുള്ളത്. റെസ്പിറേറ്ററി ഫങ്ഷൻസിനെ, ശ്വസന വ്യവസ്ഥയെ പരിഹരിക്കാൻ, അല്ലെങ്കിൽ അതിനകത്തുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഇതിനേക്കാൾ മികച്ച ഒരു കണ്ടന്റ് ഇല്ല. അത് മാത്രമല്ല, തുളസിക്കും നമ്മളെ തലച്ചോറുമായിട്ട് ബന്ധമുണ്ട്. മാനസിക സമ്മർദ്ദത്തെ പരിഹരിക്കാൻ ഇത് നല്ല കണ്ടന്റ് ആണ്. അപ്പോ തുളസി ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ തന്നെ ഇതിന് ആന്റി ബാക്ടീരിയൽ, ആന്റി വൈറൽ, ആന്റി ഫംഗൽ ആയിട്ടുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്, ഈ തുളസിക്കുണ്ട്. അപ്പൊ തുളസി എന്ന് പറഞ്ഞ ചില്ലറപ്പെട്ട ആളല്ല, പിടുത്തപ്പെട്ട ആളാ. അപ്പോ ഈ തുളസി ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ നിർബന്ധമായിട്ട് കഴിക്കേണ്ടതാണ്. ഇനിയുള്ളത് ഒന്ന് ഏലക്കയാണ്.
ഏലക്ക നമ്മൾ പല ആളുകൾ കണ്ടിട്ടുണ്ടാവും. ചിലപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് പോകുന്ന സമയത്ത് നമ്മളെ കൂട്ടത്തിൽ എത്രയോ ആളുകൾ ചെയ്തിട്ടുണ്ടാവും. 2 ഏലത്തരി എടുത്ത് വായിലിട്ടേക്കും. എന്നിട്ട് അങ്ങനെ കടിച്ച് ചെറുങ്ങനെ പൊട്ടിച്ചോണ്ട് പോകും. അതെന്തിനാ? അത് ചിലര് ഒന്നുമില്ല മോനെ, എനിക്ക് ഭക്ഷണം കഴിച്ച വായുവിന്റെ ഒരു പ്രശ്നമുണ്ട്. നല്ല സാധനം. അത് തന്നെ അർത്ഥം. വായുവിന്റെ, അതായത് നമ്മളെ ഉദര സംബന്ധമായിട്ടുള്ള ദഹന പ്രക്രിയയിൽ തകരാറ് കൊണ്ടുണ്ടാകുന്ന വായുക്ഷോഭം എന്ന് പറയുമല്ലോ നമ്മളതിന്, ഗ്യാസ്, അതിന് ബെസ്റ്റ് സാധനം. അതുപോലെ തന്നെ ചിലക്ക് വയറ് ചാടിയും വരും. ഇങ്ങനെ വയറ് തള്ളി വരുന്നത്, വയറ് ചാടൽ, വയറ് ചാടുക എന്ന് പറഞ്ഞാൽ വയറ് വീർക്കലുണ്ടല്ലോ. ചില എന്തേ ഭക്ഷണം കഴിച്ചാൽ ചില ആൾ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഓടേണ്ടി വരും. ഓട്ടം ഓടും അല്ലേ? അപ്പോൾ വയറ് വീർത്ത് രക്ഷ ഉണ്ടാവില്ല. ഈ വയറ് വീർക്കല് ഇത് ഇല്ലാതാക്കാൻ ഇത് ബെസ്റ്റ് സാധന. ഏത്? ഈ പറഞ്ഞ ഏലക്ക. ഏലത്തരി ഉണ്ടല്ലോ, ചെറിയ സാധന. അപാര റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഏലക്ക. അത് ഇതിനകത്തുണ്ട്. പിന്നെ ഉള്ളത് കുരുമുളക്. കുരുമുളകിന്റെ പ്രത്യേകത, കുരുമുളക് എല്ലാ സംഗതികളെയും ഉദ്ദീപിക്കാൻ, നമ്മളെ ഉദ്ദീപിക്കുക മീൻസ് അതിന്റെ പ്രവർത്തനത്തിന്, അതിന്റെ എഫക്ട് ശരീരത്തിൽ കുറച്ചുകൂടെ ആഴ്ന്നിറങ്ങാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് കുരുമുളക്. കറുത്ത കുരുമുളകാ, തൊലി പോക്കാത്ത കറുത്ത കുരുമുളകാ അതിനകത്തുള്ളത്. അതുകൊണ്ട് ബ്ലാക്ക് പെപ്പർ എന്ന് എഴുതിയത്. പെപ്പർ എന്ന് പറഞ്ഞ സാധാരണ പിപ്പറൈൻ എന്ന് പറയുന്ന ഘടകമാണ് അതിനകത്തുള്ള. കുരുമുളക് തൊലി പോയി കഴിഞ്ഞാലും കുരുമുളകിന്റെ ഗുണമൊക്കെ ഉണ്ട്. പക്ഷെ തൊലിയിലുള്ള ഗുണങ്ങൾ കൂടെ ഇതിൽ വേണ്ടത് കൊണ്ടാണ് ഇത് ബ്ലാക്ക് പെപ്പർ എന്ന് തന്നെ പറഞ്ഞത്. ഇത് ദഹനവുമായി ബന്ധപ്പെട്ട എൻസൈംസിനെ ഉദ്ദീപിക്കാൻ അല്ലെങ്കിൽ കൃത്യമായി ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് കുരുമുളക്. അതുകൊണ്ടാണ് പല സാധനവും നമ്മൾ ഭക്ഷണത്തിലൊക്കെ കുരുമുളക് ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ഒന്നുണ്ട്. ദഹനത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സാധനമൊക്കെ കുരുമുളക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായി ശരീരത്തിന് ആഗിരണം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഇത് ബ്രെയിൻ ഹെൽത്ത് മെച്ചപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 10 കണ്ടന്റുകൾ ഇതിനകത്തുണ്ട്. അപ്പൊ നമ്മൾ ഇത് എന്തുകൊണ്ട് തുടങ്ങണം? ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത് ഇതുവരെ വാങ്ങാത്ത ആളുകളുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് എടുത്തു വെച്ചത്. ഇത് കാലി പാക്കറ്റാ കേട്ടോ. ഞാൻ എടുത്ത് ഉപയോഗിച്ച ശേഷം കാലി പാക്കറ്റാ. ഞാൻ സാധാരണ ഇതിന് ഇത് അടപ്പ് തുറക്കാനുള്ള ഭാഗം ഇവിടെ തുറന്നിട്ട് ഒരു ഷട്ടർ പൊന്തിക്കും പോലെയാണ്. പക്ഷെ ഞാൻ ബേക്കാതെ തുറക്കുക, പെട്ടെന്ന് കഴിയും. ബേക്ക് പാർട്ട് തുറന്നത് കാലിയാ, ഒന്നുമില്ല ഇതിനകത്ത്. അപ്പോ ഒരു കാലി പാക്കറ്റ് എടുത്ത് വെച്ചാണ്, ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. രാവിലെ ഇതിന്റെ മുമ്പിൽ ഇരിക്കുന്നതിന് മുമ്പേ എന്റെ പണി ഒരു ഗ്രീൻ ടീ ആണ്. തയ്യാറാക്കാൻ എളുപ്പ. ഭാര്യയെ വിളിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഇത് നന്നായി പൊട്ടിച്ച് ഒരു അറ്റ കട്ട് ചെയ്ത് നേരെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക, ഗ്ലാസ്സിലേക്ക് പൊടി തട്ടുക, നല്ല തിളക്കുന്ന വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്താൽ സ്പൂണിട്ട് ഇളക്കേണ്ട ആവശ്യം പോലും ഇല്ല. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടാവും. എടുത്ത് കഴിച്ചാൽ മതി. ഏത് ഷുഗർ പേഷ്യന്റിനും കഴിക്കാം. ഇനി ഇതിന്റെ മധുരം കൊണ്ട് സാറേ അപാര മധുരം പറയണ്ട. ആ മധുരം നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നത് മോങ് ഫ്രൂട്ടിന്റെ ആ എഫക്റ്റ് ആണ്. മോങ് ഫ്രൂട്ടിന്റെ പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞു, 0 കലോറിയാണ്. കലോറി, ഊർജത്തിന്റെ ഒരു ഗുണം അതിന് കിട്ടുന്നില്ല. സാധാരണ എനിക്ക് മധുരം എന്ന് പറഞ്ഞാൽ ഊർജത്തിന്റെ സ്രോതസ് ആണെങ്കിൽ ഇത് 0 ആണ്. ധൈര്യത്തിൽ ഉപയോഗിക്കാം. അപ്പോ ഇതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇനി നമ്മൾ സ്ഥിരമായി കഴിക്കേണ്ട മറ്റൊരു പ്രൊഡക്റ്റ്, ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല, ഇന്നലെ കൊണ്ട് ഒന്ന് അവസാനിച്ചു. അടുത്തത് പൊട്ടിക്കാം. ഇത് അറിയാലോ, ഈ കളർ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. ഓൺ ആൻഡ് ഓൺ മുരിങ്ങ, വേറൊന്നുമില്ല. ഇത് ഡെയിലി രാത്രി ഞാൻ കഴിക്കുന്ന ഒരു സാധനം. ഇത് ഞാൻ തുടക്കത്തിൽ സംസാരിക്കുന്നത് ഞാൻ കഴിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട, അല്ലാത്ത ലാസ്റ്റേ പറയുള്ളൂ. ഞാൻ കഴിക്കാത്ത പ്രൊഡക്റ്റും ഉണ്ട്. അപ്പോ മുരിങ്ങ എന്ന് പറയുന്നത് നമുക്കറിയാം. മുരിങ്ങ MORINGA ആണ് ഇതിനകത്തുള്ളത്. ഞാൻ എൻ്റെ സ്റ്റാറ്റസിലൊക്കെ ഇന്നലെയും വെച്ചൊരു സാധനമാണ് ഓൺ ആൻഡ് മുരിങ്ങ. ഇതിനകത്ത് 3 കാര്യങ്ങളുള്ളത്. മുരിങ്ങയുടെ തൊട്ട താഴെ ടെർമറിക് എന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ ചേർത്ത് പിപ്പറൈൻ എന്ന് പറഞ്ഞ സാധനം എഴുതിയിട്ടുണ്ട്. ഈ പറഞ്ഞ 3 കണ്ടന്റുകൾ അതിനകത്തുള്ളത്. പിപ്പറൈൻ എന്ന് പറഞ്ഞാൽ കുരുമുളകിന്റെ അകത്ത് ഉണ്ടാകുന്ന എന്താ പറയാ, ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്നത് പിപ്പറൈൻ എന്ന് പറയുന്നത്. ടെർമറിക് പച്ച മഞ്ഞൾ തന്നെ. അപ്പോ ഈ 3 കണ്ടന്റുകളാണ് ഇതിനകത്തുള്ളത്. ഈ മുരിങ്ങ കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്, ഇത് നമുക്ക് ഇൻഫ്ലമേഷനെ അല്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ്. ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റ് ആണ്. അതേപോലെ തന്നെ ഇത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അത് ഡയജഷനെ, ദഹനത്തെ നന്നായി സഹായിക്കും. മുരിങ്ങയുടെ ഇല ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയ ആളുകൾ പറയും, പണ്ട് കയറി കഥ പറയുന്ന കേൾക്കാം, തമാശ കേട്ടോ. ഒരു വീട്ടിൽ കള്ളം കയറി. ആ കള്ളം കയറി ഇയാൾ വീട്ടിലുള്ള, പണ്ട് കാലത്തൊക്കെ വീട്ടിൽ കള്ളം കയറി കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കും. ഇനി ഇത് കഴിഞ്ഞാല് അന്ന് തോടും പുഴയൊക്കെ ഉള്ളത്. ഇന്നത്തെ പോലെ ടോയ്ലറ്റുകൾ വീടുകളിലൊന്നും ഇല്ല, പറമ്പിലും ഇല്ല. അപ്പോ കള്ളം കയറി അവിടെയുള്ള കറിയൊക്കെ എടുത്ത് കഴിച്ചു പോയി. തലേ ദിവസം ആ ദിവസം അവിടെ മുരിങ്ങ കറിയാ വെച്ച, മുരിങ്ങയും ചക്കക്കുരും.
അപ്പോ നാട്ടുകള്ളന്മാരൊക്കെ അന്ന് ഉണ്ടാകുക. അപ്പൊ കട്ടുപോയതിനു ശേഷം ആ വീട്ടുകാർ പറഞ്ഞു, കള്ളനെ ഞാൻ പിടിച്ചോളൂ. അതെങ്ങനെയെന്ന് ചോദിച്ചു. അത് നമ്മൾ ആ പരിസരത്തുള്ള തോടിൽ നോക്കിയാൽ അവന്റെ പരിസരത്തുള്ള തോട്ടിലുള്ളത് നോക്കിയാൽ മുരിങ്ങ പൊങ്ങൂന്നാ പറയാം. മുരിങ്ങയുടെ ഇല, അതായത് അത്രയും നന്നായി വയറ്റിന് പോവും, അല്ലെങ്കിൽ ശോധന കിട്ടും എന്നുള്ളതാണ് അതിന്റെ അകത്ത് പറഞ്ഞു തന്നത്. അപ്പൊ ഇത് നല്ല ശോധനയെ ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. ഇത് മുർസാദെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കട്ടായിക്കോളാം കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഒന്നും വേണ്ട. അപ്പൊ നല്ല ശോധന ഉണ്ടാക്കും എന്നുള്ള ഒരു ഗുണമുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡായത്, നാരിന്റെ അംശം ഇഷ്ടം പോലെ. അപ്പൊ നന്നായി ദഹന പ്രക്രിയ നടക്കും. വൈറ്റമിൻ ബി കോംപ്ലക്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. വൈറ്റമിൻ ബി കോംപ്ലക്സുകൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം നമ്മുടെ ശരീരത്തിലേക്ക് വരില്ല. അതിനകത്ത് വൈറ്റമിൻസിന്റെ കൂമ്പാരം തന്നെ അതിനകത്തുണ്ട്. ഇതിനകത്ത് ഇല്ലാത്ത വൈറ്റമിൻസ് ഇല്ലെന്ന് പറയാം. വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ബി കോംപ്ലക്സ്, അതായത് വൈറ്റമിൻ B1, B2, B3 എന്നിങ്ങനെയുള്ള വൈറ്റമിൻ ബി കോംപ്ലക്സുകൾ ഉണ്ട്. അതുപോലെ വൈറ്റമിൻ സി ഉണ്ട്. അതുപോലെ മിനറൽസ് ആയിട്ടുള്ള കാൽസ്യം, പൊട്ടാസ്യം, അയൺ, മാഗ്നീഷ്യം, ഫോസ്ഫറസ്, ഇങ്ങനെയുള്ള എല്ലാ കണ്ടന്റുകളും അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് എന്ത്, മുരിങ്ങ. മുരിങ്ങ ഇല അസാധ്യ പ്രൊഡക്റ്റാണ്. ഇത് ഒരുപാട് കഴിക്കണ്ട കേട്ടോ, ഡെയിലി ഒന്ന് കഴിച്ചാൽ മതി. കാശ്മീരിക്ക് പോകണമെങ്കിൽ 1 or 2 കഴിക്കാം. രാവിലെ ഒന്ന് കഴിക്കാം, രാത്രി കഴിക്കാം, ഓരോരുത്തർ ഇഷ്ടം പോലെ. എന്തായാലും രാവിലെ ഒന്ന് തുടങ്ങണം. അപ്പോ ഇത് മുരിങ്ങക്ക് അഡീഷണൽ ഗുണം, ഇത് ഹൃദയ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. അതായത് കൊളസ്ട്രോളിനെ, ബ്ലഡ് പ്രഷറിനെ താഴെ നിർത്തി, അതായത് കൂടാൻ സഹായിക്കില്ല. ബ്ലഡ് പ്രഷറിനെയും കൊളസ്ട്രോളിനെയും അതിന്റെ ലെവലിന്റെ താഴെ നിൽപ്പിക്കാൻ ഇതിന് സാധിക്കും എന്നുള്ളതാണ് മുരിങ്ങയുടെ ഗുണം. സ്വാഭാവികമായിട്ട് അത് ഹാർട്ടിന്റെ ഫംഗ്ഷൻ പെർഫെക്റ്റ് ആക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം സ്കിന്ന് പെർഫെക്റ്റ് ആകാൻ ഇതിനേക്കാൾ മികച്ചൊരു സാധനമില്ല. നമ്മുടെ സ്കിൻ ഉണ്ടല്ലോ, സ്കിന്നിന്റെ കളർ അല്ലെങ്കിൽ സ്കിന്നിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ പോകാൻ ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമില്ലാതെ പോകുന്നതാണ്. അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത്, ഇതിനകത്ത് ഞാൻ പറഞ്ഞു കാൽസ്യം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പല സമയത്തും കാൽസ്യത്തിന്റെ അഭാവമാണ് എല്ല്, പല്ല്, മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നതിന്റെ, അല്ലെങ്കിൽ അതിന്റെ ഉറപ്പ് കുറയുന്നതിന്റെ കാരണം. ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്ന സമയത്ത് നന്നായി ശരീരത്തിന് ആവശ്യമുള്ള കാൽസ്യം കിട്ടും. അപ്പൊ സ്വാഭാവികമായി ഹെയർ ഗ്രോത്ത്, മുടി വളർച്ചയെ ഇത് നന്നായി സഹായിക്കും. അതുപോലെ തന്നെ നല്ല എനർജി ഫീൽ ചെയ്യും. നമുക്ക് എനർജി ഫീൽ വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഇഷ്ടം പോലെ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ കിട്ടുകയും സ്വാഭാവികം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പിന്നെ കാർബോഹൈഡ്രേറ്റിനെ നന്നായി ആഗിരണം ചെയ്യാൻ കഴിയും. ശരീരത്തിന്റെ എല്ലാ ഫംഗ്ഷനും പെർഫെക്റ്റ് ആയി നടത്താൻ കഴിയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നല്ല എനർജി നമുക്ക് ഫീൽ ചെയ്യും. ഇത് കഴിക്കുന്നതുകൊണ്ടല്ല എനർജി കിട്ടുന്നത്, ഇത് കഴിച്ചാൽ ശരീരത്തിന്റെ ഫങ്ഷൻസ് ഒക്കെ കൃത്യമാകുന്നതുകൊണ്ട് സ്വാഭാവികമായും അതിൽ കൂടെ നമ്മുടെ ശരീരത്തിന് പോഷകങ്ങൾ ആഗിരണം ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ കൂടുന്നത് കൊണ്ട് എന്താകും, ക്ഷീണമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതേപോലെ തന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞു നേരത്തെ, കുരുമുളക് ഇതിനൊക്കെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ്, ബ്രെയിൻ ഫങ്ഷൻ പെർഫെക്റ്റ് ആക്കുന്നതാണ്. അതുപോലെ മഞ്ഞളിനെ പറ്റി കൂടുതൽ പറയേണ്ട, സൗന്ദര്യവർദ്ധക വസ്തുവായിട്ട് നമ്മൾ ഇഷ്ടംപോലെ ഉപയോഗിക്കാറുണ്ട്. ശരീരത്തിലെ ടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് കണ്ടന്റ് ആണ് മഞ്ഞൾ. അതേപോലെ തന്നെ സ്കിന്നിനെ പെർഫെക്റ്റ് ആക്കാൻ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അണുബാധ ഉണ്ടെങ്കിലോ, ഇനി അതേപോലെ തന്നെ എന്തെങ്കിലും എന്താ പറയാ ടോക്സിൻസ് ഒക്കെ അടിഞ്ഞുകൂടി അവിടെ ഉണ്ടാകുന്ന നീർക്കെട്ടോ കാര്യങ്ങളോ പോകാനോ ഒക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണെന്ത്, ഈ പറയുന്ന മഞ്ഞൾ. സാധാരണ നമ്മൾ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളിലും, പല ഭക്ഷണ കറിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിൽ അല്പം മഞ്ഞൾ ഇടുന്നത് അതിനകത്ത് എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അതിനെ നിർവീര്യമാക്കാൻ വേണ്ടി കൂടെയാണ്. അപ്പൊ അതിനൊക്കെ സഹായിക്കുന്ന ഘടകം ഇതിനകത്തുണ്ട്. ഇത് എന്റെ സ്ഥിരം ഭക്ഷണമാണ് കേട്ടോ, ഇതെന്റെ റെഗുലർ ആയിട്ടുള്ള ഫുഡാണ്. അപ്പോ ഇത് സ്ഥിരമായിട്ട് എല്ലാ ആളുകളും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് തരണം ചെയ്യാൻ കഴിയും. ഇന്ന് ഞാൻ 2 തുടക്കത്തിലായതുകൊണ്ട് 2 പ്രൊഡക്റ്റേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള 2 പ്രൊഡക്റ്റ് എടുത്തു വെച്ചതാണ്. നമുക്കൊരു ദിവസം തുടങ്ങേണ്ടതും ദിവസം അവസാനിപ്പിക്കേണ്ടതും. ഇന്ന് അതാണ് എടുത്തത്. കാശ്മീരി കവ ദിവസം തുടങ്ങാനുള്ളതാണെങ്കിൽ ഇത് ദിവസം നമ്മൾ അവസാനിപ്പിക്കാനുള്ളത്, ആ ദിവസം ഉറങ്ങുന്നതിന് മുമ്പേ കഴിക്കാനുള്ളത്. ഇത് രണ്ടും ഈ മോർണിംഗ് ടു നൈറ്റ് ഇത് നമുക്ക് ആവശ്യമാണ്. ഇനി ഇതിനിടയ്ക്കുള്ള പ്രൊഡക്റ്റുകളിലേക്ക് നാളെ മുതൽ നമുക്ക് പോകാം. നമ്മളെ ഈ ബിസിനസ്സിലേക്ക് വന്ന എല്ലാ ആളുകൾക്കും കൃത്യമായി ഈ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഏകദേശ അവയർനെസ്, ഞാൻ പറയുന്നത് ചിലപ്പോൾ എന്റെ ഭാഷ അത്ര ക്ലിയർ ആയിക്കൊള്ളുന്നില്ല, ഒരു കൊളോക്കിയൽ ലാംഗ്വേജ് ആണ്. അത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതെന്താണ് പറഞ്ഞത് ചോദിച്ചാൽ അത് കൃത്യമായി പറഞ്ഞു തരും. അതിന്റെ കൃത്യമായ മലയാളം അറിയാം, പക്ഷെ സംസാരിച്ച് ശീലിച്ചത് എന്റെ കൊളോക്കിയൽ ലാംഗ്വേജ്, ഞങ്ങളുടെ നാട്ടിലുള്ളൊരു ലാംഗ്വേജ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പം പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പോ
എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ ഇന്ന് നമുക്ക് തൽക്കാലം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. നമുക്ക് 6:56 ഏതായാലും ഇന്ന് നമ്മൾ അവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ നമ്മൾ പുതിയ പ്രൊഡക്റ്റുമായി നമ്മൾ വരും. 2-3 പ്രൊഡക്റ്റ് നമ്മൾ എല്ലാ ദിവസവുമായി നമ്മൾ ഈ പ്രൊഡക്റ്റിനെ പറ്റി നമ്മുടെ കയ്യിലുള്ള എല്ലാ പ്രൊഡക്റ്റിനെ പറ്റിയും ഒരു അവയർനെസ് നമ്മൾ എല്ലാ ടീമിനും ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ പ്രോഗ്രാമിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. നമ്മളെല്ലാ ലീഡേഴ്സും നമ്മളോടൊപ്പം തന്നെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമ്മുടെ ഒരു ദിവസം തുടങ്ങാനുള്ള നല്ല ഒരു പ്രൊഡക്റ്റായി നമ്മളെ നന്നായി പ്രവർത്തിക്കാനുള്ള ഒരു ഊർജ്ജം നമുക്ക് നൽകുന്ന പ്രൊഡക്റ്റായി ഇന്നത്തെ പ്രൊഡക്റ്റ് വിശേഷിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ് ആൻഡ് ജയ് മൈന. താങ്ക് യു. എന്തായാലും നമ്മള് ഹരികൃഷ്ണൻ സാറ് എന്താ പറഞ്ഞത് ഇഷ്ടായല്ലോ. ഉറപ്പായിട്ടും നമ്മൾ തുടങ്ങേണ്ടതും നമ്മൾ അവസാനിപ്പിക്കേണ്ടതും പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരാഴ്ച നമ്മൾ ഇന്ന് ഈ 420 സംതിങ് ആളാണുള്ളത്. നമുക്ക് 500 ആളുകളെ ഉൾക്കൊള്ളുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നാളെ മുതൽ മാക്സിമം ആളുകളെ കയറ്റണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ മൈ ലൈഫിലൂടെ വിജയിക്കാനും ആരോഗ്യം ഉണ്ടാക്കാനും സമ്പത്ത് ഉണ്ടാക്കാനൊക്കെ നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട പ്രോഡക്റ്റുകളാണ്. ഇന്ന് നമ്മളിപ്പം പ്രോഡക്റ്റ് ട്രെയിനിങ് നടത്താറുണ്ട്. പ്രോഡക്റ്റ് ട്രെയിനിങ് എന്തെങ്കിലുമൊക്കെ വലിച്ചു നീട്ടിയിട്ട് ഒരു ദിവസം 5-6 പ്രോഡക്റ്റ് പറയുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അത് അവതരിപ്പിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഇന്ന് നമ്മളോട് ഹരികൃഷ്ണൻ സാറ് സംസാരിച്ചത് നമ്മുടെ ഓൺ ആൻഡ് ഓൺ കാശ്മീരി കാവയും അതുപോലെ തന്നെ മുരിങ്ങയും 2 പ്രോഡക്റ്റ് ഒന്ന് തുടങ്ങാനും ഒന്ന് ദിവസം അവസാനിപ്പിക്കാനും. അപ്പൊ എന്തായാലും നാളെ ഇതിലും നല്ല പ്രോഡക്റ്റുമായിട്ട് നാളെ വീണ്ടും നമ്മൾ വരും. മാക്സിമം ആളുകളെ കയറ്റണം. എനിക്ക് നിങ്ങളെ മുമ്പിൽ പറയാനുള്ള അവസാനം ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു വാക്കാണ് 2026 ഓരോ മൈലേഷ്യൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകളെയും വർഷമാക്കി 2026 അവസാനിച്ച് 2027 നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡവും ഒരു ആരോഗ്യമൊക്കെ ഉള്ള കുറെ ആളുകളായിട്ട് നമ്മൾ മാറാൻ നിങ്ങളെ ഇത് സഹായിക്കും. എന്തായാലും വീണ്ടും അടുത്ത ദിവസം നമുക്ക് നല്ലൊരു സെഷനോടുകൂടി കാണാം. എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്, ജയ് ജയ് മൈലേഷ്യൽ മാർക്കറ്റിംഗ്.